ഇസ്രായേലിന്റെ കുതന്ത്രം എന്താന്ന് നിങ്ങൾക്കറിയോ? പ്രോമിസ് ലാൻഡ് ഓഫ് ഇസ്രായേൽ, അതായത് ദ ഗ്രേറ്റർ ഇസ്രായേൽ പ്ലാൻ. നിങ്ങൾ ഇസ്രായേൽ ആർമിയുടെയൊക്കെ ബാഡ്ജ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും. ആ ഒരു ചിത്രം എന്ന് പറയുന്നത് ഇപ്പോഴുള്ള ഇസ്രായേലിൻ്റെതേ അല്ല. അത് അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളുടെ കൂടി ടെറിറ്ററി ഉൾപ്പെട്ടിട്ടുള്ള ഒരു ബാഡ്ജാണ് അവർ ഉപയോഗിക്കുന്നത്. അവരുടെ വാദമനുസരിച്ച് ബൈബിളിൽ അബ്രഹാമിനും അദ്ദേഹത്തിന്റെ സന്തതികൾക്കും വാഗ്ദാനം ചെയ്ത ഭൂമിയാണ് കാനൂൻ എന്നറിയപ്പെടുന്ന ഈ ഭൂമി. ഇസ്രായേൽ, പലസ്തീൻ, ജോർദാൻ, ലബനൻ, സിറിയ, ഇറാഖിന്റെ ചില ഭാഗങ്ങള്, സൗദി അറേബ്യയുടെ വടക്കൻ ഭാഗങ്ങള്, ഈജിപ്തിന്റെ ചില ഭാഗങ്ങൾ, ഇത്രയും രാജ്യങ്ങൾ അവരുടെ അധീനതയിൽ വന്നാൽ മാത്രമേ അവരുടെ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന ഒരു പ്ലാൻ സാധ്യമാകത്തുള്ളൂ. അതായത് നൈൽ നദി മുതൽ യൂഫ്രട്ടീസ് നദി വരെയുള്ള ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് വേണം ഗ്രേറ്റർ ഇസ്രായേൽ എന്നൊരു പ്ലാൻ നടപ്പിലാക്കാൻ. എന്നാൽ ഇസ്രായേൽ തന്റെ അധീനതയിൽ, അതായത് കൺട്രോളിൽ വേണമെന്ന് ആഗ്രഹിച്ച ഈ രാജ്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തത് ഇറാനെയായിരുന്നു. ഇതും ഇസ്രായേലിന് ഇറാനോട് ഒരു വിദ്വേഷം ഉണ്ടാക്കാനുള്ള കാരണമായി. മറ്റൊരു കാരണം എന്ന് പറയുന്നത്, ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന 3 കമ്മ്യൂണിറ്റികളാണ് ഹിസ്ബുള്ള, ഹൂദീസ്, ഹമാസ് എന്ന് പറയുന്നത്. ഇതും ഇസ്രായേലിന് ഇറാനോട് ഒരു വിദ്വേഷം ഉണ്ടാക്കുന്നതിന് കാരണമായി. അതുകൊണ്ടാണ് ഇറാന്റെ ശത്രുരാജ്യമായിരുന്ന അമേരിക്കയുമായി ചേർന്ന് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നത്. അങ്ങനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇറാന്റെ കൺട്രോളിലുള്ള ഈ രാജ്യങ്ങൾ ഇസ്രായേലിന്റെ അണ്ടറിൽ വരികയും തങ്ങളുടെ ലക്ഷ്യമായ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന പ്ലാൻ പൂർത്തീകരിക്കാൻ പറ്റുകയും ചെയ്യും.